പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ കൂടലും പിരിയലും സാലിഹ്യങ്ങളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ, മദ്രസ സംബന്ധമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റത്. കാര്യമായിട്ട് നമ്മൾ 2-3 മാസം അപ്പുറം നമ്മുടെ സലാത്ത് വാർഷികത്തിനോടനുബന്ധിച്ചും അതിൻ്റെ മുമ്പും ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദിൻ്റെ, അതേപോലെ തന്നെ സലാഹുദ്ദീൻ ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇട്ടെടുക്കാൻ വേണ്ടി, ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പിരിവ് നടത്തിയിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപ ആവും എന്നാണ് നമ്മൾ അന്ന് കണക്ക് കൂട്ടിയിരുന്നത്. അത് ഏകദേശം 2 ലക്ഷം ഉറുപ്പികളായി എൻ്റെ പണി പൂർത്തിയാവുമ്പോഴേക്ക്. അതേപോലെ തന്നെ പുതിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ സിലബസ് അനുസരിച്ച് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ പുതിയ സിലബസാണ്. ഡിജിറ്റൽ സംവിധാനത്തിലാണ് ആ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പുതുതായിട്ട് ഉമ്മമാർക്കെല്ലാം കുട്ടികൾക്ക് അറിയാം. കുട്ടികൾക്ക് കൊടുത്ത പുസ്തകങ്ങളൊക്കെ എല്ലാ പുസ്തകത്തിലും ഒരു ബാർകോഡാണ്. അപ്പോൾ ആ ബാർകോഡുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അതിൻ്റെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്കത് ഒരു TV സംവിധാനത്തിൽ കൂടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മുതൽ 4 വരെയാണ് വിദ്യാഭ്യാസ ബോർഡ് ഇപ്പോൾ ഈ വർഷം അധ്യായ വർഷം ആക്കിയിട്ടുള്ളത്. അടുത്ത വർഷം 4 മുതൽ 8 വരെ ആക്കും എന്നാണ് ബോർഡ് പറയുന്നത്. ഏതായാലും അതിന് വേണ്ടിയിട്ട് ഒരു 1-ാം ക്ലാസ്സിൽ ഒരു TV നമുക്ക് കിട്ടി, നേരത്തെ ഉണ്ടായിരുന്നു. 3-ാം ക്ലാസ്സിൽ ബാക്കിയുള്ള 3 TV നമുക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ പിരിവ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രിയങ്കരനായ നമ്മുടെ ഈ മദ്രസയിൽ നിന്നും പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെട്ട 2 വ്യക്തികൾ ആ 3 TV തന്നിട്ടുണ്ട്. ഒന്ന് തന്നത് നമ്മളെ ഈ ഇടയ്ക്ക് മരണപ്പെട്ടു പോയ കരിമനക്കൽ റാഫി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും ഫൈസ് ഉസ്താദ് അഷ്റഫ് ഫൈസും കൂടി പോയി ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം 1 ഏറ്റിട്ടുണ്ട്. പിന്നെ 2 TV തരാമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ ഹംസുഹാജിയാണ്, വള്ളിയങ്കൽ ഹംസുഹാജി. അദ്ദേഹത്തിൻ്റെ മകന് അർസൽ, ഞാൻ 2 തരാം, അതിനെന്ത് ചെലവ് വരികയാണെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കുട്ടി അത് ഏറ്റിട്ടുണ്ട്. പല പേരിൽ ചെയ്താൽ മതിയെന്ന് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കാര്യം അവർക്ക് കൊടുക്കാൻ നമ്മൾക്ക് ഈ ദുആയുള്ളൂ. അവർ ബിസിനസ്സിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ ബിസിനസ്സിൽ എല്ലാ നിലക്കുള്ള പുരോഗതിയും മറ്റും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും അപ്പാനെയും ഉമ്മാനെയൊക്കെ സ്നേഹിക്കുന്ന മക്കൾ, അതേപോലെ തന്നെ ആ റാഫി തന്നത് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ദുആ ചെയ്ത് ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം പ്രിയങ്കരനായ നമ്മൾ ഉസ്താദിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചൊരു കാര്യം അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണ് സദസ്സിന് വേണ്ടി. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് പിന്നെ നമുക്കൊക്കെ പരിചയമുണ്ടാകുന്നാവും, എനിക്ക് പരിചയമുള്ള ഒരാളാണ് നമ്മൾ മമ്മൂട്ടി സാഹിബ് കല്ലന്തിരുത്തി മുസ്തഫ, മൗലാന മുസ്തഫ എന്ന് പറയുന്ന അവൻ്റെ ഉപ്പ 50 കൊല്ലമായത്ര പിന്നെ മരിച്ചിട്ട്. മുഹറം 17-ന് 50 വർഷമായെന്നാണ് ഇപ്പോൾ കുട്ടീനോടൊന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രലോഭനത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ആ കുട്ടി വലിയൊരു സംഖ്യ സ്ഥാനം ഏൽപ്പിക്കാൻ വേണ്ടി ഒന്ന് തന്നിട്ടുണ്ട്. ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയിട്ട് കൂടി ഉസ്താദിൻ്റെ ദുആയിൽ ഉണ്ടാവും. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ, കമ്മിറ്റി മെമ്പർമാർ ഇപ്പോൾ നമ്മൾ മദ്രസത്തോട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ സംഖ്യ വന്നിട്ടുണ്ട്. അത് ഈ കമ്മിറ്റി ആളുകൾ മാത്രമാണ് എടുത്ത്, പുറത്തുനിന്നൊരു വിരുവോ കാര്യമൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാവരും ഇതൊരു പരലോക ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിഷയത്തിലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ ഇനി അതിനെ നമ്മൾ ആണയിട്ട് പറയേണ്ടോ അടിവരയിട്ട് പറയേണ്ടോ ആവശ്യമില്ല. വളരെ വിശദമായിട്ട് നമ്മളെ മക്കളെ പോക്ക് എങ്ങോട്ട്, നമ്മളെ മക്കളുടെ അവസ്ഥ എന്ത്, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല മദ്രസകൾ ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടി അരമണിക്കൂർ ഇപ്പോൾ കേരള സർക്കാർ സ്കൂളിൽ കൂട്ടി. ഈ അരമണിക്കൂർ കൂട്ടുന്ന സമയത്ത് 7 മണിക്ക് വരുന്ന കുട്ടികൾ പിന്നെ പോണത് അരമണിക്കൂർ മുമ്പ് പോവുകയാണ്.
അപ്പോൾ ഒരു മണിക്കൂർ കഷ്ടി ഒരു മണിക്കൂറാണ് ഇപ്പോൾ നമ്മുടെ മദ്രസയിൽ വിദ്യാഭ്യാസം കിട്ടണത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് നമ്മുടെ മക്കൾക്ക്. ദുനിയാവിനെ പറ്റി പഠിക്കണം, പഠിക്കണം, പരലോക മറ്റുള്ള ഉസ്താദ് പറഞ്ഞ പോലെ മറ്റുള്ള കൗമിനൊന്നും അങ്ങനത്തെ ഒരു ചിന്തയില്ല. അവർക്ക് അങ്ങനെ ഒരു ആത്മീയ സദസ്സും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ അനുസരിച്ച് കുട്ടികളെ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷാകർത്തൃ യോഗങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടെ ഈ ശനി ഞായറിലെങ്കിലും കുറച്ചുകൂടി സമയം കിട്ടാനുള്ള ഒരു പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ സഹോദരിമാരാണ്, ഉമ്മമാരാണ്. ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ പറഞ്ഞയക്കേണ്ടത് അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതേറ്റ് സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു തീരുമാനം ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ രക്ഷാകർത്തൃ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ ആക്കുന്ന പരിപാടിക്ക് നിങ്ങളുടെ പൂർണ്ണ സഹായം സഹകരണങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വേണമെന്ന് വളരെ വിനയത്തോടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്ക് പറയുകയാണ്. ഒരുപാട് സഹായങ്ങൾ എന്ത് ചോദിച്ചാലും ഇല്ല, അതല്ലെങ്കിൽ നടക്കൂല എന്ന് പറയാത്ത ആളുകളാണ് നമ്മളൊക്കെ. നമ്മൾ പറഞ്ഞില്ലേ 2 ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ പിരിച്ച്, അതേപോലെ തന്നെ ഈ ബെഞ്ച് വേണം, ഡെസ്ക് വേണം, അങ്ങനെ ഓരോന്നും പുതിയ സംവിധാനത്തേക്ക് മദ്രസകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ഏതായാലും സമയം വൈകിട്ട് ഞാൻ പറയല്ല. ഇപ്പം ഈ അരമണിക്കൂർ സ്കൂൾ കൂട്ടിയോണ്ട് ഏകദേശം 3/4 മണിക്കൂർ നേരം ഈ ബസ്സിന് കാത്തിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ മദ്രസ സ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ മെല്ലെ 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 ക്രമേണ അവസാനം ഇത് ഇല്ലാത്ത രീതിയിൽ അവർ എങ്ങനെയെങ്കിലും എത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാഗ്രതയോടുകൂടി നമുക്ക് നമ്മുടെ മക്കളെ വളർത്തണം, ദീനിയായിട്ട് വളർത്തണമെന്ന നല്ല വിശ്വാസത്തോടു കൂടി രക്ഷിതാക്കൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യം വളരെ അപകടമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. വാഹു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. رحمن الرحيم ما يراج سيداയ الملك الجباراയ രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങളുടെ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലിയതും പറഞ്ഞതും പാരായണം ചെയ്തതും കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധ ഇൽമിൻ്റെ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ഞങ്ങൾ ഓതിയതിൻ്റെ, ഞങ്ങൾ കേട്ടതിൻ്റെ, പറഞ്ഞതിൻ്റെ മിസ്ലി സവാബിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, മശായിഖന്മാർ, മുൻകഴിഞ്ഞു പോയ മുഴുവൻ ഔലിയാക്കളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പരാമർശിക്കപ്പെട്ട മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഖബർ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ തിരുനോട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിൽ പങ്കെടുത്തതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിലുള്ള ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണേ ഷാഫി. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാൻ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലത്തെ കീറ് മുറിക്കേണ്ട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. റോഡിൽ ചിന്നിച്ചിതറേണ്ട അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ.
കാലമിത്രയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ പെരുപ്പം കാരണം ഞങ്ങളിൽ നീ അദാബിനെ ഇറക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ സ്വർഗം ഔദാര്യമായി നൽകണേ അല്ലാ. നിനക്ക് നിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാര് എല്ലാവരിലേക്കും ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരിലേക്കും ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. വിശിഷ്യ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗം നൽകണേ റഹ്മാനെ. ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കണേ റഹ്മാനെ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. ഇടുക്കത്തെ തൊട്ട് ഇരുട്ടിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും ആശ്വാസമുള്ള കുളിരുള്ള ഖബർ നൽകണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന ഖബറാക്കണേ അല്ലാ. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിന്റെ ജിവാരിലായി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഹബീബിന്റെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഹബീബിനോട് കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ വിട്ട് കിടക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ജോലിയിൽ, ഭാര്യ, സന്താനങ്ങൾ, വീട്ടിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സമ്പത്തിൽ ഹറാമ് കലരുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി ചിലവഴിക്കാനുള്ള തൗഫീഖും മനസ്സും നൽകണേ റഹ്മാനെ. കാലമിത്രയും ഞങ്ങളുടെ മഹല്ലത്തിന് നേതൃത്വം നൽകി മരണപ്പെട്ട ഔലിയാക്കൾ, ഉലമാക്കൾ, സാലിഹീങ്ങളുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിലെ ദീനീ സ്ഥാപനങ്ങൾ, മദ്രസ, പള്ളി പോലോത്തതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടാണ് അവരെ ഇതിന് നേതൃത്വം നൽകുന്നത്. അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഉപ്പാന്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസിലേക്ക് സംഭാവന നൽകിയവരുടെ സംഭാവന കബൂലാക്കണേ റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ സംഭാവന നൽകിയതെങ്കിൽ എനിക്ക് ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഉപ്പാന്റെ പരലോക ഗുണത്തിന് വേണ്ടി സംഭാവന നൽകിയ ഒരു സഹോദരനുണ്ട്. ആ സദഖയുടെ മിഥിൽ സവാബിന് അവരുടെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ആശ്വാസമുള്ള ഖബറാക്കണേ റഹ്മാനെ. ആ മകൻ നൽകിയ സദഖയുടെ കാരണമായിട്ട് അവരുടെ ഖബറിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മദ്രസയിലേക്ക് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വേണ്ട സഹായം നൽകിയവരെ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ ജോലിയിലും ബിസിനസ്സിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. അതിൻ്റെ മിസ്ലി സവാബിനെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാത്തി രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിനേക്ക് സേവ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ തട്ടിമാറ്റണേ റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. عاسلاكي كدوكني رحمانه. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.